CBSE സിലബസ് വന്നതോടുകൂടി കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണക്കിലെടുത്ത് 10, 11, 12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളിൽ 25% പ്രൊമോഷൻ മാർക്ക് അനുവദിക്കണമെന്നും മാഹി ഗവൺമെന്റ് LP സ്കൂൾ അടച്ചുപൂട്ടി നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്ന നടപടി പിൻവലിച്ച് പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും മാഹി മേഖല ഗവൺമെന്റ് സ്കൂൾ പേരന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബാലകലാമേള അസമയത്ത് നടത്തുന്നത് ഉചിതമല്ല. അധ്യയന വർഷാവസരങ്ങളിൽ അധ്യാപകരെ സ്ഥലം മാറ്റുന്നത് ഒഴിവാക്കണം. സ്കൂൾ യൂണിഫോമിൽ സമഗ്രമായ മാറ്റം വരുത്തണം. UP മുതലുള്ള പെൺകുട്ടികൾക്ക് ഓവർകോട്ട് നൽകണം. സ്റ്റുഡന്റ് ID കാർഡ് സംവിധാനം ഏർപ്പെടുത്തുക. PM ശ്രീയായി ഉയർത്തപ്പെട്ട പ്രത്യേക പരിഗണനയുള്ള ചാലക്കര ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിന് ആവശ്യമായ കളിസ്ഥലം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുക. SMCയുടെ പ്രവർത്തനം കാര്യക്ഷമമാണോ എന്ന് പരിശോധിക്കുക. ഫ്രഞ്ച് സ്കൂളിൽ ഫ്രഞ്ച് ഭാഷ പോലും അറിയാത്ത അധ്യാപകരെ നിയമിച്ചതിലെ അപാകത പരിഹരിക്കണം. ഫ്രഞ്ച്, അറബിക് പോലുള്ള വിഷയങ്ങളിലേക്കുള്ള നിയമനത്തിന് ആവശ്യമായ ഭേദഗതികൾ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികളായ ഷോക്കിത വിനീത്, റഷീദ് അടുവാട്ടിൽ, ഷിബു കാളാണ്ടിയിൽ, തനൂബ, ഫെബിന ഖലീൽ എന്നിവർ അറിയിച്ചു. ഒന്നായിട്ട് പറയുമ്പോൾ പുതിയ പഠന സമ്പ്രദായമാണ് വലിയ വിഷയം. ഇപ്പോഴത്തെ അക്കാഡമിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ CBSEയിലേക്ക് മാറി കാര്യങ്ങൾ ആയിട്ടുണ്ടെങ്കിലും എത്രത്തോളം നമ്മളെ കുട്ടികൾക്ക് ഇതിൻ്റെ ഉപകാരം കിട്ടിയിട്ടുണ്ടെന്ന് വലിയ പ്രശ്നമാണ്. പലരും ഇപ്പോൾ ഈ കഴിഞ്ഞ ടേം എക്സാമെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ, പരീക്ഷാ പേപ്പർ നോക്കുമ്പോൾ പല കുട്ടികൾക്കും 8, 9, 10 വളരെ അപൂർവം കുട്ടികൾക്ക് മാത്രമാണ് ഒരു 25% മേലെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. വളരെ അപൂർവം കുട്ടികൾക്ക്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ 8, 9, 10 ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് 17, 18 മാക്സിമം 20 ആവറേജിൽ 17, 15, 16 മാർക്ക് പ്രൊമോഷനായിട്ട് ഇന്റേണൽ മാർക്കായിട്ട് കിട്ടുമെന്ന് പറയും. പ്രൊമോഷൻ്റെ ഇന്റേണൽ മാർക്ക് എന്ന് വെച്ചാൽ അതും കൂടി ചേർക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു 30%, 31% മാർക്കാവുമ്പോൾ ജസ്റ്റ് പാസ്സായി പോകും. ഈവൻ അത് 10ാം ക്ലാസ് ആയാലും ശരി, എല്ലാ ക്ലാസ്സും 10, 11, 12 മറ്റുള്ള ക്ലാസ്സുകൾക്ക് അത് തന്നെ. പക്ഷേ ഇപ്പം പ്രധാനമായി നമ്മുടെ മുമ്പിലുള്ള വിഷയം 10, 11, 12 കുട്ടികൾ വളരെ വളരെ എന്ന് പറഞ്ഞാൽ ഏത് നിലക്ക് പാസ്സായി പോകുന്നുള്ള ആശങ്ക പല രക്ഷിതാക്കളും ഇങ്ങനെ പറയുന്നുണ്ട്. കിട്ടൂല, ജയിച്ചു പോകുന്ന തന്നെ ജയിച്ചു പോയിട്ടും കാര്യമില്ല. കാരണം നമുക്ക് ഇവിടുന്ന് മേലോട്ടുള്ള 12ാം ക്ലാസ് കഴിഞ്ഞാൽ മറ്റുള്ള പരീക്ഷ എടുത്ത് എന്തായാലും ബേസ് മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്കുണ്ട്. ആ ബേസ് മാർക്ക് നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയം തൽക്കാലം ഇത് ചെയ്യാൻ വേണ്ടി സർക്കാരിനോട് നമ്മൾ ഗവർണർക്കും വിദ്യാഭ്യാസ ഡയറക്ടർക്കും വിദ്യാഭ്യാസ മന്ത്രിക്ക്, പ്രതിപക്ഷ നേതാവിന്, നമ്മൾ MLAക്ക് എല്ലാവരെയും കണ്ടിട്ട് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ പോകുന്നുണ്ട്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.